السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിവെച്ച വിഷയം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വജൂഹുൻ യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറുൻ മർഫൂഅ വഅക്വാബുൻ മൗളൂഅ വനമാരിഖു മസ്ഫൂഫത്തുൻ വസറാബിയ്യു മബ്സൂസ. വജൂഹുൻ യൗമഇദിൻ, അന്നത്തെ ദിവസം ചില മുഖങ്ങൾ, നാഇമത്തുൻ, സന്തോഷമുള്ളവരാണ്, സംതൃപ്തിയുള്ള, സുഖമനുഭവിക്കുന്നവരാണ്. ലിസഈഹാ റാദിയ, അവയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവര് സംതൃപ്തരുമായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, അവ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ലാ തസ്മഉ ഫീഹ, അതിൽ അവർ കേൾക്കുകയില്ല. ലാഗിയ, അനാവശ്യമായ സംസാരങ്ങളോ വിഷയങ്ങളോ. ഫീഹ, ആ സ്വർഗത്തിലുണ്ട്, ഐനുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവുജലം, അരുവികളുണ്ട്. ഫീഹ സുറുറും മർഫൂഅത്തുൻ, ആ സ്വർഗത്തിൽ ഉയർത്തിവെക്കപ്പെട്ട കട്ടിലുകളുണ്ട്. ഫീഹ, ആ സ്വർഗത്തിലുണ്ട്, സുറുറുൻ, കട്ടിലുകൾ, മർഫൂഅത്തുൻ, സംവിധാനിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉയർത്തി വെച്ചിട്ടുള്ള. വഅക്വാബും മൗളൂഅത്തുൻ, അതുപോലെ തന്നെ വിഭവങ്ങൾ നിറച്ചു വെക്കപ്പെട്ട കോപ്പകളും അവിടെ ഉണ്ട്. അക്വാബ്, അക്വാബ് എന്ന് പറഞ്ഞാൽ കോപ്പകൾ. മൗളൂഅത്തുൻ, വിഭവങ്ങൾ നിറച്ചു വച്ചത്. അക്വാബുൻ മൗളൂഅ, വിഭവങ്ങൾ നിറക്കപ്പെട്ട കോപ്പകൾ അതിലുണ്ട്. വനമാരിഖു മസ്ഫൂഫത്തുൻ, അണിയായി വരിവരിയായി വെക്കപ്പെട്ട മെത്തകൾ അവിടെ ഉണ്ട്. വസറാബിയു മബ്സൂസ, പരത്തി വച്ചിട്ടുള്ള അല്ലെങ്കിൽ ധാരാളമായി നിരന്നു നിൽക്കുന്ന വിരിച്ചു വെച്ച പരവതാനികളും അവിടെ ഉണ്ട് എന്ന്. സ്വർഗത്തെ സംബന്ധിച്ചും അതിൻ്റെ സുഖസൗകര്യങ്ങളെ സംബന്ധിച്ചുമാണ് ഈ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത്, ദുനിയാവിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരലോകത്ത് ചെല്ലുന്ന ഒരു വിഭാഗം ആളുകളും ദുനിയാവിൽ പരലോകത്തിനു വേണ്ടി പണി ചെയ്ത സംതൃപ്തമായി പരലോകത്ത് ചെല്ലുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളെയുമാണ് ഈ സൂറത്തിൽ പ്രധാനമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നരകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്.
ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ രൂപങ്ങളിൽ അതിൻ്റെ പ്രത്യേകമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. എൻ്റെ സച്ചരിതരായ നല്ല അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു മാല ഐനുൻ റഅത്, ഒരു കണ്ണുകളും കണ്ടിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങൾ, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകളും കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള അനുഭൂതികൾ, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, മനുഷ്യ മനസ്സുകൾക്ക് നിരൂപിക്കാൻ കഴിയാത്ത, ചിത്രീകരിക്കാൻ കഴിയാത്ത, രൂപപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഒരു ആയത്ത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ആ ആയത്ത് നിങ്ങൾ ഓദിക്കോ. എന്നാൽ സ്വർഗത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വിവരണം അതിൽ അല്ലാഹു അറിയിക്കുന്നു. ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു വാഗ്ദത്തം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മിൻ ഖുർറത്തി അയ്യുനിൻ, അവരുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന രൂപത്തിലുള്ള സുഖവും അനുഭൂതിയും ആസ്വാദ്യവും നൽകുന്ന രൂപത്തിലുള്ള എന്തെല്ലാം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് ഒരാൾക്കും മനസ്സിലാക്കാനും അറിയാനും കഴിയില്ല. എന്താണ്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം തൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് നമുക്ക് കൃത്യമായി അതിൻ്റെ പരിപൂർണമായ രൂപത്തിലും പരിപൂർണമായ ആശയത്തോടും അർത്ഥത്തോടും കൂടി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ദുനിയാവിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അതിനോട് സമാനമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉപമിച്ചുകൊണ്ട് പറയാ എന്നല്ലാതെ, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരിക എന്നല്ലാതെ, ദുനിയാവിൽ നമുക്ക് പരിചയവും അനുഭവവും നമുക്ക് സുഖവും അനുഭൂതിയും ആസ്വാദ്യവും രുചിയും സന്തോഷവും ഒക്കെ നൽകുന്ന രൂപത്തിലുള്ള പലതരത്തിലുള്ള വിഭവങ്ങളുണ്ട്. അതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അതുപോലെയാണ് എന്ന് പറയാ എന്നല്ലാതെ ഇന്ന രൂപത്തിലാണ് അതിൻ്റെ പരിപൂർണമായ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സാധാരണ ഭാഷയിൽ ഒരു വിഷയത്തെ മറ്റൊരു വിഷയത്തിനോട് ഉപമിക്കണമെങ്കിൽ നമ്മൾ ഏതിനോടാണോ ഉപമിക്കുന്നത്, ആ ഉപമിക്കപ്പെടുന്ന വിഷയം കൂടുതൽ ശക്തിയുള്ളതും കൂടുതൽ പ്രഭയുള്ളതും കൂടുതൽ അറിയപ്പെടുന്നതുമായിരിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളുടെ മുഖം കണ്ട ചന്ദ്രനെ പോലെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തേക്കാൾ ശോഭയും നമ്മുടെ മുഖത്തേക്കാൾ പ്രകാശവും നമ്മുടെ മുഖത്തേക്കാൾ ആളുകൾക്ക് കാണാനും പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ഉപമയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക. പക്ഷെ സ്വർഗത്തിനെ പറ്റിയും നരകത്തിനെ പറ്റിയും അള്ളാഹു വർണ്ണിക്കുമ്പോൾ ഇതുപോലെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറഞ്ഞു പോയോ എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് നമുക്ക് പരിചയവും അനുഭവവും ഉള്ള രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമുക്കതിനെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ്? മസലുൽ ജന്നത്തില്ലതി വഇദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
ഉകുലുഹാ ദായിമുൻ വദില്ലുഹാ തിൽക ഉഖുബൽ ലദീന തഖൗ വഉഖുബൽ കാഫിരീന അന്നാർ. മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം, ഉപമ, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ആ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഉകുലുഹാ ദായിമുൻ വദില്ലുഹാ. അവിടെയുള്ള പഴവർഗ്ഗങ്ങളും കനികളും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും അത് നിത്യമാണ്. അവിടെയുള്ള നിഴലുകളും വദില്ലുഹ, അതിന്റെ നിഴലുകളും എന്താണ്, നീങ്ങിപ്പോകാത്ത, അസ്തമിച്ചു പോകാത്ത, നിലച്ചു പോകാത്ത രൂപത്തിലുള്ള നിഴലുകളും ഉണ്ട്. തിൽക ഉഖുബൽ ലദീന തഖൗ. അതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാകുന്ന പര്യവസാനം. വഉഖുബൽ കാഫിരീന അന്നാർ. എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനമാകട്ടെ അത് നരകവുമാകുന്നു എന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത് ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما فقطع أمعاؤهم. സത്യവിശ്വാസികൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുന്നു, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. നിറം മാറ്റം സംഭവിക്കാത്ത, അതുപോലെ തന്നെ രുചിഭേദം സംഭവിക്കാത്ത പുഴകളുണ്ട്. അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. അതേപോലെ രുചിമാറ്റം സംഭവിക്കാത്ത പാലിന്റെ അരുവികളുണ്ട്. അൻഹാറും മിൻ ലബൻ, പാലിന്റെ അരുവികൾ. അൻഹാറും മിൻ ഖംർ, അതുപോലെ തന്നെ കള്ളിന്റെ പുഴകളുണ്ട്. ലദ്ദത്തൻ ലിശ്ശാരിബീൻ, അതാകട്ടെ കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദ്യവും രുചിയും നൽകുന്നവയാണ്. അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിച്ച തേനിന്റെ പുഴകളുണ്ട്, അരുവികളുണ്ട്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവർക്കാകട്ടെ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവിടെ ലഭിക്കും. വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനം അവർക്കുണ്ട്. ആ ഒരു പ്രതിഫലത്തെ കമൻ ഹുവ ഖാലിദൻ ഫിന്നാർ, നരകത്തിൽ അനശ്വരമായി ശാശ്വതമായി കഴിയുന്നവനും ഈ പ്രതിഫലവും ഒരുപോലെയാകുമോ? വസുഖൂ മാഅൻ ഹമീമ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വസുഖൂ മാഅൻ ഹമീമ, ഭയങ്കരമായ ചൂടുള്ള വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടും. ഫഖുത്തിഅ അംആഅഹും, അങ്ങനെ അവരുടെ കുടലുകളും ആമാശയങ്ങളും മുറിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഭയങ്കരമായ കൊടും ചൂടുള്ള വെള്ളമാണ് നരകത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാകുമോ? കമൻ, അവർ രണ്ടാളും ഒരുപോലെയാകുമോ എന്നാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് വുജൂഹു യൗമഇദിൻ നാഇമ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ചെല്ലുമ്പോൾ തന്നെ അവരുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയും. സന്തോഷമുള്ള, ശോഭയുള്ള, വളരെ ആനന്ദമുള്ള മുഖത്തോടു കൂടിയായിരിക്കും അവർ വരിക എന്ന് നമുക്കറിയാലോ. നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ തന്നെ ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അത് നലിച്ചു കാണും. അതാണ് സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. അന്ന് പരലോകത്ത് ചെല്ലുമ്പോൾ ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും, പ്രസന്നതയുള്ള, നല്ല ശോഭയുള്ള ആളുകളായിരിക്കും അവിടെ പരലോകത്ത് വരിക. എന്തുകൊണ്ടാണ്? ഇലാ റബ്ബിഹാ നാളിറ, അവർ അവരുടെ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആ റബ്ബിനെ കാണുമ്പോഴുള്ള സന്തോഷവും അനുഭൂതിയും അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അങ്ങനെ മുഖം പ്രസന്നതയോട് കൂടിയിട്ടാണ് അവിടെ പരലോകത്ത് വരിക. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ പരലോകത്ത് ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമ
ഉർറം മുഹജ്ജലീന മിൻ അസരിൽ ഉളു. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പരലോകത്ത് വരുന്നത് ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം വെട്ടിത്തിളങ്ങുന്ന രൂപത്തിലായിരിക്കും. എന്തുകൊണ്ട്? മിൻ അസരിൽ ഉളു, ഉളുവിന്റെ അടയാളങ്ങൾ കൊണ്ട്. അപ്പോ ഏകദേശം ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ എന്താവും? ആ ഒരു തിളക്കം ഉണ്ടാവും. മുഖം, അത് തല, കാതുകള്, കൈകള്, കാലുകള് എല്ലാം എന്താണ്? പ്രശോഭിതമായ രൂപത്തിലാണ് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ അറിയാന്നർത്ഥം. പരലോകത്ത് മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോരുത്തരുടെയും അവസ്ഥ എന്താകാൻ പോകുന്നു എന്ന് ഏകദേശം അറിയാമെന്നർത്ഥം. അപ്പൊ അങ്ങനെ പരലോകത്ത് വരുന്നവരാണെങ്കിൽ സഈഹാ റാളിയത്തുൻ, അവരുടെ പ്രവർത്തനം കൊണ്ട് അവര് സംതൃപ്തരായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞെന്താണ്? ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. ആ ക്ഷീണവും തളർച്ചയും അവരുടെ മുഖത്ത് കാണും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അമലുകൾ കുറവായിരുന്നെങ്കിലും ആ അമലുകൾ എന്തായിരിക്കും? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ചെയ്ത അമലുകളായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അമലുകൾ, സുന്നത്തായ അമലുകൾ പ്രത്യേകിച്ച് കുറവാണെങ്കിലും അത് പതിവാക്കി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന്. സുന്നത്തായ അമലുകൾ കുറച്ച് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം? അത് പതിവാക്കി നിത്യമായി ചെയ്യാന്നർത്ഥം. ഉദാഹരണമായി ഇപ്പൊ വിത്ർ നിസ്കരിക്കുക നമ്മള്. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം കഴിഞ്ഞിട്ട് 11 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ബാക്കി ദിവസം ഒന്നും നിസ്കരിക്കാതിരിക്കുക. അതിലേറെ നല്ലത് ഇനി 1 റക്അത്തല്ല 3 റക്അത്താണെങ്കിലും എന്ത് ചെയ്യാം? അത് നിത്യമായി ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അമലുകൾ കുറവാണെങ്കിലും ആ അമലുകൾ അള്ളാഹും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിലാവുമ്പോ ലിസഈഹാ റാളിയ, അവരതുകൊണ്ട് സംതൃപ്തരായിരിക്കും. എന്താണ് കാരണം? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അങ്ങനെയുള്ള മനസ്സുകൾ എന്താവും? സമാധാനമുള്ള, സംതൃപ്തിയുള്ള, സന്തോഷമുള്ള മനസ്സുകളായിരിക്കും. അങ്ങനെയുള്ള ആത്മാവുകളുടെ ശരീരത്തെയും ആ ആത്മാവിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു പറയണം, ഉദ്ഖുലി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിപ്പോയിക്കോ. റാളിയത്തൻ, തൃപ്തിയോടുകൂടി. മർളിയത്തൻ, റബ്ബ് ഇങ്ങോട്ട് തൃപ്തിപ്പെട്ട രൂപത്തിലും. നമ്മൾക്ക് അങ്ങോട്ടും തൃപ്തിയാവും, റബ്ബിന് ഇങ്ങോട്ടും നമ്മളെ തൃപ്തി ഉണ്ടാവും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നു, അള്ളാഹു അവരെ ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്ന രൂപത്തിൽ. അതാണ് പരലോകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്താൽ. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരലോകത്തിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ അമലുകൾ ചെയ്താൽ, വിശ്വാസിയായിക്കൊണ്ട് നിർവഹിച്ചാൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ കർമ്മങ്ങളെ നന്ദിയോടുകൂടി അള്ളാഹു സ്വീകരിക്കുമെന്ന്. അങ്ങനെയുള്ള ഈ ആളുകൾക്ക് അവർക്ക് ലഭിക്കാൻ പോകുന്ന സുഖസൗകര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, ഫീ ജന്നത്തിൻ ആലിയ, അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും എന്ന്. ജന്നത്ത് എന്നുള്ള ഈ പദം, ജന്ന എന്ന് പറഞ്ഞ നേരെ അതിന്റെ പദാർത്ഥം മറച്ചു എന്നാണ്. നിഴലുകൊണ്ടും തണലുകൊണ്ടും പഴവർഗ്ഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കൊമ്പു ജില്ലകൾ കൊണ്ടും ഇലകൾ കൊണ്ടും എല്ലാം കൊണ്ട് എന്ത് ചെയ്യാം, ഇടതൂർന്നു നിൽക്കുന്ന വനങ്ങളുള്ള അല്ലെങ്കിൽ മരങ്ങളുള്ള ഒരു പ്രദേശം എന്നുള്ള നിലക്കാണ് ജന്നത്ത് എന്നതിന് പ്രയോഗിക്കുന്നത്. ചിലപ്പോ ഭൂമിയിലുള്ള ചില തോട്ടങ്ങൾക്കൊക്കെ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. സബകാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവരുടെ ലഖദ് കാന ലക്കും ഫീ സബഇൻ
വമസ്കനിഹിം ആയത്തുൻ, സബകാരിലും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ടായിരുന്ന 2 തോട്ടങ്ങളെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അവിടെ ജന്നത്ത് എന്നാണ് പ്രയോഗിച്ചത്. അപ്പൊ നല്ല ഇടതൂർന്ന വനങ്ങളുള്ള, മരങ്ങളുള്ള, ചെടികളുള്ള, അതോടൊപ്പം തന്നെ അതിൻ്റെ നിഴലുകളും അതിൻ്റെ ഫലങ്ങളും കായ്കളും എല്ലാം നൽകുന്ന രൂപത്തിലുള്ള നല്ല തോട്ടങ്ങൾക്ക് ജന്നത്ത് എന്ന് പ്രയോഗിക്കും. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് സ്വർഗത്തെ സംബന്ധിച്ചും അള്ളാഹു ജന്നത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ ആ സ്വർഗം ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലായിരിക്കുമെന്ന്. വ്യത്യസ്തമായ പേരുകളിൽ അള്ളാഹു സ്വർഗത്തെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 7 സ്വർഗങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചു. ദാറുൽ ഖുൽദ് എന്ന് സ്വർഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറുൽ ഖുൽദ് എന്നാൽ ശാശ്വതത്വത്തിന്റെ ഭവനം, ഒരിക്കലും എന്ത് ചെയ്യൂല, അത് നശിച്ചു പോകൂല എന്നർത്ഥം. അതേപോലെ തന്നെ ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം. ജന്നത്തു അദിൻ, ജന്നത്തു അദിൻ, അനശ്വരതയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജന്നത്തുൽ മഅ്വ, ജന്നത്തുൽ മഅ്വ അഭയകേന്ദ്രമാകുന്ന സ്വർഗം. ജന്നത്തുൽ ഫിർദൗസ്, ഫിർദൗസ് എന്നുള്ളത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ്. അതേപോലെ തന്നെ ജന്നത്തുൻ നഈം, ഇങ്ങനെ പല പേരുകളിലായിട്ട് വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഈ സ്വർഗത്തെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഫീ ജന്നത്തിൻ ആലിയ, ഏറ്റവും ഉന്നതമായ സ്വർഗം. ഏറ്റവും ഉന്നതമായ സ്വർഗം എന്ന് പറയുന്നത് ജന്നത്തുൽ ഫിർദൗസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ് ഫസ്അലു അൽ ഫിർദൗസ്. നിങ്ങൾ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ താഴത്തൊന്നും ചോദിക്കരുത്. ഏത് ചോദിക്കണം? ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന്. അപ്പൊ ഫിർദൗസ് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കുറച്ചൊക്കെ അതിന് അർഹരാവും വേണമല്ലോ. എന്തെങ്കിലും ഒരു സ്ഥാനം ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രതിഫലം ചോദിക്കണമെങ്കിൽ, കൂലി ചോദിക്കണമെങ്കിൽ, ശമ്പളം ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഏകദേശം ഒരു അർഹത കൂടി നമ്മൾക്ക് ഉണ്ടാകണം. അപ്പൊ ഫിർദൗസ് ചോദിക്കണോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നൊരു തുമഇനീനത്തുള്ള, സമാധാനമുള്ള, ഈമാൻ കൊണ്ടും അമല് കൊണ്ടും റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, റബ്ബ് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറണം. അപ്പോഴേ നമുക്ക് സ്വർഗം, ആ ജന്നാത്തുൽ ഫിർദൗസ് ഒക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അനുഭൂതികളെ പറ്റി ഈ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തില് ഒരു ചാട്ടവാർ വെക്കാനുള്ള ഒരു സ്ഥലം. ചാട്ടവാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അരയിൽ കിട്ടുന്ന ഒരു ബെൽറ്റ്, ഒരു ബെൽറ്റ് വെക്കുന്ന ഒരു സ്ഥലം. അതിന് കുറെ അധികം സ്ഥലമൊന്നും വേണ്ടല്ലോ. ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാൾ മൂല്യമുള്ളതാണ്, ഗുണമുള്ളതാണ്, മഹത്തരമാണ്. എന്ത്? സ്വർഗത്തിൽ നമ്മളുടെ ഒരു കാല് വെക്കാനുള്ള ഒരു സ്ഥലം നടത്തും. നമുക്ക് കാല് വെക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം സ്വർഗത്തിൽ കിട്ടിയാൽ ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വിഭവങ്ങളും കിട്ടുന്നതിനേക്കാൾ ഗുണമേറിയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ആ ഫീ ജന്നത്തിൻ ആലിയ, ഏറ്റവും അത്യുന്നതമായ സ്വർഗത്തിലായിരിക്കും അവര് ഈ വിശ്വാസികളായ ആളുകൾ എന്ന് പറയുമ്പോൾ, ആ സ്വർഗത്തിലുള്ള സുഖസൗകര്യങ്ങളും അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അതിന്റെ സൗകര്യം. ഉറഫുൽ ജന്ന, സ്വർഗത്തിൽ ചില താമസിക്കാൻ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുള്ള വീടുകളുടെ റൂമുകളെ പറ്റി വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലും. അതുപോലെ തന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനെ പഠിപ്പിക്കുന്നു. ഇന്ന അഹ്ലൽ ജന്ന ലയതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം കമാ യതറാഊനൽ കൗകബ ദുർരി അൽ ഗാബിർ ഫിൽ ഉഫുഖ്. ആകാശ ചക്രവാളത്തില് നക്ഷത്രങ്ങൾ കാണുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ആളുകൾക്ക് വേണ്ടി ചില വീടുകളെ, റൂമുകളെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? വഇന്ന ഫിൽ ജന്നതി ലഗുറഫൻ, സ്വർഗത്തിൽ ചില മുറികളെ അള്ളാഹു സംവിധാനിച്ചു, റൂമുകൾ സംവിധാനിച്ചിട്ടുണ്ട്. യറാ ബുതൂനുഹാ മിൻ ളുഹൂരിഹാ, പുറം ഭാഗത്തിന് എന്നാൽ ഉള്ളിലുള്ളതെല്ലാം കാണുന്ന രൂപത്തിൽ. വളുഹൂറുഹാ മിൻ ബുതൂനിഹാ, ഉള്ളിൽ നിന്നാൽ പുറത്തേക്കുള്ള മുഴുവൻ കാഴ്ചകളും കാണുന്ന രൂപത്തിലുള്ള സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. മറ്റൊരു വിശേഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ മുതഹാബ്ബീന ഫില്ലാഹി ഫിദ്ദുനിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ആദർശത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുകയും ഒന്നിക്കുകയും അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് മുതഹാബ്ബീങ്ങളായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗമുണ്ട്. ഹും ഫിൽ ജന്നത്തി അലാ അമൂദിൻ മിൻ യാഖൂതത്തിൻ ഹംറാ, ചുമന്ന രത്നക്കല്ലുകൾ പതിച്ചിട്ടുള്ള തൂണുകളുള്ള വീടുകളിലാണ് അവരുണ്ടാകുക. ഫി റഅസിൽ അമൂദ് 70,000 ഗുറഫ, ഓരോ ആ കാലുകൾക്ക് മീതെയും 70,000 മുറികൾ ഉണ്ടാകും, റൂമുകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാട്ടെ? കമാ തംലഉ ശംസു ബുയൂത് അഹ്ലി ദുനിയ, അത് ദുനിയാവില് സൂര്യൻ മനുഷ്യർക്ക് പ്രകാശം നൽകുന്നത് പോലെ ഈ റൂമുകൾ ഓരോന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകാശം നൽകിക്കൊണ്ടിരിക്കും. അപ്പോ സ്വർഗത്തിന്റെ ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ലാത്ത മറ്റ് ആളുകൾ പറയുമത്രേ, അഖ്രിജൂബിന, ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുപോകൂ. നൻദുറു ഇലൽ മുതഹാബീന ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച ആ പ്രതിഫലത്തിന് അർഹതപ്പെട്ട ആ ആളുകളെ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയും. അങ്ങനെ അവരുടെ മുഖത്തേക്ക് അവർ നോക്കുമ്പോൾ മിസ്ൽ ഖമർ ലൈലത്തുൽ ബദർ, രാത്രിയിൽ ഉദയം ചെയ്ത പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖങ്ങൾ ഉണ്ടാകും അവർക്ക്. അലൈഹിം സിയാബുൻ ഖുദർ, പച്ച വസ്ത്രങ്ങൾ ഉണ്ടാവും. മക്തൂബുൻ ഫീ ജിബാഹിഹിം ബിന്നൂർ, പ്രകാശം കൊണ്ട് അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടാവും ഹൗലായിൽ മുതഹാബ്ബൂന ഫില്ലാ, ഇവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്, സ്നേഹിച്ചവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികൾ പരസ്പരം ഇഷ്ടപ്പെട്ട് അവർ മനസ്സ് അടുപ്പത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനീങ്ങളാകാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ത് വേണം? നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാകണം. വലാ തുഅ്മിനൂ ഹത്താ തഹാബു അവലാ അദുല്ലുക്കും അലാ ശൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇദാ ഫഅൽതുമൂഹു, നിങ്ങൾ അത് ചെയ്താൽ തഹാബബ്തും, നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാവും. അഫ്ശു സലാമ ബൈനക്കും, എന്ത് ചെയ്യണം? നിങ്ങൾ സലാം പറഞ്ഞാൽ മതി. സലാം പറഞ്ഞാൽ തന്നെ എന്താവും? പരസ്പരം മനസ്സുകളൊന്ന് ഇണങ്ങും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിങ്ങൾ പരസ്പരം തെറ്റാൻ പാടില്ല. അത് തെറ്റിയാൽ തന്നെ എത്രേ പാടുള്ളൂ? 3 ദിവസത്തിലധികം തെറ്റാൻ പാടില്ല. തെറ്റാൻ പാടില്ല. അഥവാ തെറ്റുകയാണെങ്കിൽ മാക്സിമം 3 ദിവസം. അതിൽ ഏറ്റവും പരസ്പരം അങ്ങനെ 3 ദിവസം പണങ്ങി നിൽക്കുന്ന ആളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഖൈറുഹും മൻ യബ്ദഉ ബിസ്സലാം, അവരുടെ കൂട്ടത്തിൽ ആദ്യം ആരാണോ സലാം പറയുന്നവൻ അവനാണ് ഏറ്റവും നല്ലവൻ. മോൻ പറയട്ടെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യല, കാത്തു നിൽക്കേണ്ട അർത്ഥം. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ മനസ്സുകളെ ഇണക്കാൻ, സ്നേഹമുണ്ടാക്കാൻ കാരണമായി തീരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്, പരസ്പരം സ്നേഹം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ ഈ സ്വർഗത്തിന്റെ റൂമുകളെ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് പുറത്തു നിന്നാൽ
അതിൻ്റെ ഉൾഭാഗം കാണുകയും ഉൾഭാഗത്ത് നിന്നാൽ പുറം ഭാഗം കാണുകയും ചെയ്യുന്ന രൂപത്തിലുള്ള മനോഹരമായ രൂപത്തിലുള്ള മുറികളാണ്, റൂമുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതാണ് ഫീ ജന്നത്തിൻ ആലിയ. ഇന്നലിൽ ജന്നത്തി മിഅതു ദറജ. സ്വർഗത്തിന് 100 പദവികളുണ്ട്. ആ 100 പദവികളുള്ള സ്വർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആർക്കാ? അഅദ്ദഹു അല്ലാഹു തആല ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് ഒരുക്കി വെച്ചതാണത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണത്. സ്വർഗത്തിലെ 100 പദവികൾ, ദറജകൾ നടത്തും. അതാണ് ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം എന്ന് പറയാൻ കാരണം. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ പദവികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്വർഗത്തിന്റെ ഈ പദവികളാണ്. അത് ആർക്കാണ്? അഅദ്ദഹു തആല ലിൽ മുജാഹിദീന ഫീ സബീലിഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ആ സ്വർഗം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സ്വർഗം തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. ആരാണോ മുത്തക്കിയായി ജീവിക്കുന്നത്, തഖ്വയുള്ളവരായി കൊണ്ട് ജീവിക്കുന്നത്, ആ മുത്തക്കിങ്ങളായ ആളുകൾക്കാണ് ആ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ മരങ്ങള്, സ്വർഗത്തിന്റെ മരങ്ങൾ, അത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസീറു ബൈന അസ്ജാരിൽ ജന്ന അൽ കസീറ വസിമാറുഹൽ വാഫിറ. ധാരാളം ഇടതിങ്ങി വളർന്നുകൊണ്ടിരിക്കുന്ന മരങ്ങൾ, അതിലൂടെ അത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു മരം സിദ്റത്തുൽ മുൻതഹ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള സിദ്റത്തുൽ മുൻതഹ അള്ളാഹുവിന്റെ അർശുമായി, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ മരത്തിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, വഹിയ ശജറത്തുൻ യസീറുർ റാകിബു അൽ ജവാദുൽ മുളമ്മിർ അസ്സരീഉ ഫീ ദില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ. അതിവേഗതയുള്ള ഏറ്റവും മുന്തിയ കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ 100 വർഷം സഞ്ചരിച്ചാൽ പോലും സിദ്റത്തുൽ മുൻതഹയുടെ ആ ഒരു അകലം വിട്ടുകിടക്കാൻ കഴിയാത്ത അത്രയും ദൂരം പടർന്ന് പന്തലിച്ച് വിശാലമായ ഒരു സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ ആ മരത്തെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി. അത് സ്വർഗത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മരമാണ്. അത് മാത്രമല്ല, തുഫത്തിഖു സമറ മിൻഹാ عن 72 لونا من طعام. 72ഓളം രുചിഭേദങ്ങളുള്ള വ്യത്യസ്തമായ ടേസ്റ്റുകളുള്ള പഴങ്ങൾ ആ സിദ്റത്തുൽ മുൻതഹയിൽ നിന്നുണ്ടാവും. 72ലധികം ടേസ്റ്റുകളുള്ള ഒരേ മരത്തിൽ നിന്ന് കായ്കൾ, ഫലങ്ങൾ, അത് പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കും എന്ന്. മാ ഫീഹാ ലൗനുൻ യശ്ബഹുൽ ആഖർ. അതിന്റെ ഒരു ഇനം മറ്റൊരു ഇനത്തിനോട് ഒരു സാദൃശ്യവും ഉണ്ടാവില്ല. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 72ലധികം രുചികളും അതുപോലെ തന്നെ നിറങ്ങളുമുള്ള മരമാണ് സിദ്റത്തുൽ മുൻതഹ എന്ന ആ മരവും അതിന്റെ പഴവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അങ്ങനെയുള്ള ആ സ്വർഗത്തിന്റെ അനുഭൂതിയാണ് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സ്വർഗത്തില് അരുവികൾ, തജ്രി ഫിഹാ ഐനുൻ ജാരിയ, അതിലൊഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്. അതേപോലെ തന്നെ ലാ തസ്മഉ ഫിഹാ ലാഗിയ, അതില് അനാവശ്യമായ വാക്കുകളൊന്നും അവർ കേൾക്കണ്ട. ഇല്ലാ ഖീലൻ സലാമ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം എന്നു മാത്രം, അത് മാത്രമേ എന്തുണ്ടാവുള്ളൂ അവിടെ കേൾക്കാനുണ്ടാവുള്ളൂ. തഹയ്യത്തു അഹ്ലിൽ ജന്ന, തഹയ്യത്തു അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ
ആളുകളുടെ അഭിവാദ്യം അത് മാത്രമേ അവിടെ കേൾക്കേണ്ടി വരുള്ളൂ. അല്ലാത്ത അനാവശ്യമായൊരു വാക്കോ ചീത്തയായൊരു വാക്കോ കേൾക്കാൻ പറ്റാത്തൊരു വാക്കോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ പഴികളോ ഗീബത്തോ നമീമത്തോ ചീത്തയോ അങ്ങനത്തെ ഒന്നും അവിടെ കേൾക്കേണ്ടി വരില്ല. ലാ തസ്മഉ ഫീഹാ ലാഗിയ. അങ്ങനത്തെ ഒരു അനാവശ്യമായ ഒരു പദങ്ങളും ഒരു വാക്കുകളും ഒരു വിഷയവും നമ്മൾ അവിടെ കേൾക്കേണ്ടി വരൂല എന്നാണ്. ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കണം എന്ന് ആലോചിച്ചു നിങ്ങൾ. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടങ്ങളിലെല്ലാം നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സംബോധനകൾ ഉണ്ടാവും, പരാമർശങ്ങൾ ഉണ്ടാവും, വിഷയങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ഒരു കുടുംബത്തോടൊന്നിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പരാമർശങ്ങളും വിഷയങ്ങളും ഒക്കെ ദുനിയാവിൽ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ പരലോകത്തെ സ്വർഗത്തില് അങ്ങനെ ഒന്നും കേൾക്കേണ്ടി വരില്ല. അവിടെ തഹ്സീമില്ല, കുറ്റപ്പെടുത്തലുകളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകളില്ല, പാരവക്കലുകളില്ല, അതുപോലെ തന്നെ കുതികാലുവെട്ടലില്ല, ഒന്നും അവിടെ സ്വർഗത്തിലുണ്ടാവില്ല എന്നർത്ഥം. ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്, പുഴകളുണ്ട്, നദികളുണ്ട്. അൻഹാറുൽ ജന്ന, അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ നദികള്, അരുവികൾ, വ്യത്യസ്തമായ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നമുക്ക് പരിചയപ്പെടുത്താം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കൗസർ നഹ്റുൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും മധ്യഭാഗത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണത്. ഹാഫതാഹു മിൻ ദഹബ്, അതിന്റെ ഇരു പാർശ്വങ്ങളും സ്വർണമാണ്. പിന്നെയോ യജ്രി അല ദുർരി വൽ യാഖൂത്ത്, മുത്തുകളിലൂടെയും പവിഴങ്ങളിലൂടെയുമാണ് അത് ഒഴുകി വരുന്നത്. നമ്മളെ പുഴകളൊക്കെ ചളിമണ്ണും അതുപോലെ തന്നെ ചെരക്കല്ലും കല്ലും മണലും ഒക്കെ ഒഴുകി വരും. സ്വർഗത്തിലെ ഈ നെഹ്ർ കൗസർ ഒഴുകുന്നത് യജ്രി അല ദുർരി വൽ യാഖൂത്ത്, മുത്തുകളും പവിഴങ്ങളുമാണ്, അതിലൂടെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തുർബത്തുഹു അത്യബു മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ പരിമളത്തെക്കാൾ പരിമളമുള്ള മണ്ണായിരിക്കും ഈ കൗസറിന്റെ മണ്ണ് എന്നും. വതുഅമുഹു അഅല അഹ്ലാ മിനൽ അസൽ, ആ കൗസറിന്റെ വെള്ളത്തിന്റെ രുചിയാകട്ടെ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമായിരിക്കും. വമാഉഹു അശദ്ദു ബയാലൻ മിനൽ സൽജി വൽ ലബൻ, ഐസിനേക്കാൾ പാലിനേക്കാൾ ശക്തമായ വെളുപ്പ് നിറമുള്ളതായിരിക്കും അതിലെ വെള്ളം. വല്ലദീ നഫ്സി ബിയദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സത്യം ചെയ്തുകൊണ്ട് പറയല്ല, ആനിയതുഹു അക്സറു മിൻ അദദി നുജൂമിസ് സമാ വകവാകിബിഹാ ഫീ ലൈലത്തിൻ മുദ്ലിമത്തിൻ മുസ്ഹിയ. ഇരുട്ടുള്ള രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന എണ്ണമറ്റ നക്ഷത്രങ്ങളും ഗോളങ്ങളും അതിനേക്കാൾ അധികമാണ് ഈ കൗസറിൽ നിന്ന് വെള്ളം കോരിക്കുടിക്കാനുള്ള പാത്രങ്ങൾ. മൻ ശരിബ മിൻഹാ ശുർബതൻ, അതിൽ നിന്ന് ആരെങ്കിലും ഒരു പ്രാവശ്യം കുടിച്ചാൽ ലം യൽമ ആഖിർ മാ അലൈഹി, പിന്നീട് അയാൾക്ക് എന്തുണ്ടാവില്ല, ഒരു ദാഹം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹൗദിന്റെ അടുക്കൽ വരും. എന്നിട്ട് വിശ്വാസികൾക്ക് അത് കുടിക്കാൻ കൊടുക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായി കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ ഫീഹാ അബാരീകുൻ മിൻ അദദി നുജൂമിസ് സമാ, വാനലോകത്തിലെ നക്ഷത്രത്തെക്കാൾ എണ്ണമറ്റ ഈ കൂജകൾ അവിടെ ഈ വെള്ളം കുടിക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട്.
ഹാഫത്താഹു കുബാബദ്ദുർരിൽ മുജവ്വഫ്, പിന്നെ ഉള്ളു പൊള്ളയായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടുള്ള ഖൈമകൾ, ടെന്റുകൾ, അല്ലെങ്കിൽ താമസിക്കാനുള്ള ഹട്ടുകൾ അവിടെ ഈ നദിയുടെ ഇരുഭാഗത്തും സംവിധാനിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകളിലുള്ള നദികൾ ഈ സ്വർഗത്തിലുണ്ട്. ഇതൊരു നദിയാണ്. അതേപോലെയുള്ള ധാരാളമുണ്ട്. അള്ളാഹുവിന്റെ അർശിൽ നിന്നും നിർഗളിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും പൊട്ടിവരുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള നദികളും അത് ഒഴുകിക്കൊണ്ടിരിക്കും. മനുഷ്യന്റെ കണ്ണുകൾക്കും കാതുകൾക്കും മനസ്സുകൾക്കും കുളിർമയും സന്തോഷവും നൽകുന്ന രൂപത്തിലുള്ള ആ ഒരു അനുഭൂതിയാണ് സ്വർഗത്തിലെ ഈ അരുവികൾ. അത് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ദാലികൽ ഫൗസുൽ കബീർ, ദാലികൽ ഫൗസുൽ അളീം, ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന ഒരു പ്രവണതയാണ്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. ആ സ്വർഗത്തില് നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ കൊതിക്കുന്നുവോ ആവശ്യപ്പെടുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, പരമകാരുണ്യകനും അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കുന്നവനുമായ ഗഫൂറും റഹീമുമായ അള്ളാഹുവിന്റെ ആതിഥ്യമായി സൽക്കാരമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചതാണ് അത്. അതുപോലെ തന്നെ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹ്ലൽ ജന്ന ശുബ്ബാനുൻ ജുറദുൻ മറദുൻ ലൈസ ലഹും ശഅറുൻ ഇല്ലാ ഫിർ റഅസി വൽ ഹാജിബൈൻ വഅഹ്ദാബിൽ ഐനൈൻ. സ്വർഗ്ഗക്കാരായ ആളുകള് അവരെന്നും യുവാക്കളായിരിക്കുന്ന ഇന്ന അഹ്ലൽ ജന്ന ശുബ്ബാൻ. അപ്പോൾ ഈ വാർദ്ധക്യത്തിലെത്തി മരിച്ചുപോയ ആളുകൾ എന്താവും? യൗവനത്തിലേക്ക് അവരെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരും. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ആളുകളും എന്താവും? അവരെ ഈ യൗവനത്തിന്റെ രൂപത്തിലേക്ക് അള്ളാഹു മാറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാകട്ടെ അവര് ജറദുൻ മറദുൻ, ഒരു യൗവനം എന്നൊക്കെ പറയുമ്പോൾ മുടിയൊക്കെ ജടകുത്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല. ലൈസ ലഹും ശഅറുൻ ഇല്ലാ ഫിർ റഅസി വൽ ഹാജിബൈനി വഅഹ്ദാബിൽ ഐനൈൻ, കണ്ണിലും തലയിലും അതുപോലെ തന്നെ പുരികത്തിലും അതേപോലെ ഈ താടി രോമങ്ങളും മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൂലുഹും 60 ദിറാഅൻ കതൂലി ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ 60 മുഴം നീളമുണ്ടാകും അവര് എന്ന്. വഹും അബ്നാഉ സലാസീൻ, അല്ലെങ്കിൽ അബ്നാഉ സലാസിൻ വ സലാസീൻ, രണ്ട് രൂപത്തിൽ. ഒന്ന്, അവരുടെ പ്രായം 30 വയസ്സായിരിക്കും എന്നാണ്. അതല്ല, മറ്റൊരു ഹദീസിൽ അവര്
അല മൗലിദി ഈസ ഇബ്നു മറിയം സലാസത്തി വ സലാസീന സന. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ ഉള്ള ഒരു പ്രായം 33 വയസ്സായിരുന്നു. ആ പ്രായത്തിലായിരിക്കും സ്വർഗക്കാരുടെ പ്രായം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വളരെ പ്രായമുള്ള ഒരു പെണ്ണ് കയറി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഈ വയസ്സത്തിയാളൊന്നും സ്വർഗത്തിൽ പോകില്ല. അപ്പോൾ ആ സ്ത്രീ എന്തായി, ഭയങ്കര പ്രയാസത്തോടു കൂടി കരഞ്ഞ് ഇറങ്ങിപ്പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ രൂപത്തിൽ സ്വർഗത്തിൽ പോകൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ സ്വർഗത്തിൽ വയസ്സായ ആൾക്കാർ സ്വർഗത്തിൽ പോകൂല എന്നല്ല, നിങ്ങൾ ഈ പ്രായത്തിൽ എന്താവൂല, സ്വർഗത്തിൽ പോകൂല. എല്ലാവരും ഒരു പ്രായത്തിലായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇതുപോലെയുള്ള ധാരാളം ഹദീസുകൾ സ്വർഗക്കാരുടെ പ്രായങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഹദീസുകളുണ്ട്. അതിൽ എന്തായിരുന്നാലും അവർ യൗവനത്തിലായിരിക്കും എന്നാണ് പ്രബലമായ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വാർദ്ധക്യം എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാകൂല. അതേപോലെ തന്നെ മരണം എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാകൂല. ആ രൂപത്തിലുള്ള എന്നും യൗവനത്തിന്റെ ഒരവസ്ഥയിലായിരിക്കും. സിർതും ശബാബൻ ലാ തഹ്റമൂൻ, നിങ്ങൾ എന്നും യൗവനത്തിലായിരിക്കും. ലാ തഹ്റമൂൻ, നിങ്ങൾ വാർദ്ധക്യം പ്രാപിക്കുകയില്ല എന്ന്. സകൻതും ഫീ ജിവാരി മൻ ലാ യുഉദിൽ ജീറാൻ, അയൽവാസികളെ ഉപദ്രവിക്കാത്ത ആളുകൾ ദുനിയാവിൽ ആരൊക്കെ മുഅ്മിനീങ്ങളായിട്ടുണ്ടായിരുന്നോ അവരുടെ അടുത്തായിരിക്കും അവർക്ക് താമസമുണ്ടാവുക എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ലഭിക്കാൻ പോകുന്ന അവരുടെ അനുഭൂതികളെ പറ്റി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഈ തരത്തിലുള്ള പരിചയപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ വഫീഹാ മാ തസ്തഹീഹുൽ അൻഫുസ് വതലദ്ദുൽ അയുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, നിങ്ങളുടെ മനസ്സുകൾ എന്ത് കൊതിക്കുന്നു, അതെല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അതിൽ എന്നും ശാശ്വതരായി മരണമില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ആ സ്വർഗം കരസ്ഥമാക്കാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ജീവിതവുമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതിന് പറ്റാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തിപ്പെടുത്തണം. നമ്മുടെ അമലുകളിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് അമലുകളെ നന്നാക്കി ഈ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗം. ഫീഹാ സുറുറും മർഫൂഅത്തുൻ, ഉയർത്തിവെക്കപ്പെട്ട സജ്ജീകരിച്ച് ഇരിക്കാനും വിശ്രമിക്കാനും പാകത്തിൽ സജ്ജീകരിക്കപ്പെട്ട കട്ടിലുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ പാനീയങ്ങൾ നിറച്ചു വെച്ചിട്ടുള്ള കോപ്പകൾ അവിടെയുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായിട്ടാണ് അതിനെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. സൂറത്തുൽ വാഖിഅയിലും അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാനിലൂടെയും ഒക്കെ അത്തരം പ്രതിപാദനങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അണിയണിയായി നിരത്തിവെച്ചിട്ടുള്ള മെത്തകൾ, കുഷ്യനുകളുള്ള കിടക്കകൾ അവർക്കുണ്ടാവും. അതേപോലെ തന്നെ വിരിച്ചു വെച്ചിട്ടുള്ള പരവതാനികൾ, വിരിപ്പുകൾ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു എന്നൊക്കെയാണ് സ്വർഗത്തെ പറ്റി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അവസരമുണ്ടായാൽ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
بسم الله الرحمن الرحيم هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها الشيطان الرجيم وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة ഇതിപ്പോ ഹിഫ്ളാക്കിയ ആൾക്കാർക്കല്ല എല്ലാവരും പറ്റുമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക ഇതിന് ഹിഫ്ളാക്കിയാൽ മതി ഹിഫ്ളാക്കാത്ത ആളുകൾ അപ്പോൾ ഒരാഴ്ചക്ക് ഇപ്പം നമ്മൾ ഇന്ന് 5-6 ആയത്തുകൾ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഇതുവരെയുള്ള ആയത്തുകൾ അത്രയും പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് മനഃപ്പാഠമാക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാനും നന്മകൾ അനുസരിച്ച് ജീവിക്കാനും അവന്റെ സ്വർഗം നേടിയെടുക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സഹോദരന്മാരെ, നമ്മുടെ രാജ്യം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ യമനിലെ ദുരന്തം നമ്മൾ കേട്ടിട്ടുണ്ട്. 46ഓളം UAE സൈനികരാണ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടത്. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സ്വർഗമാണ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ ആ 100 പദവികൾ വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ശഹദാക്കളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ എത്തിക്കുമാറാകട്ടെ. അതുപോലെ നമുക്കും സ്വർഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തെ പ്രയാസങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഗവൺമെന്റിനും നന്മകൾ ചെയ്യാനും ദീനിന്റെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളും നിയമങ്ങളും പ്രായോഗവൽക്കരിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب